നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിനായി കലക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും റിപ്പോർട്ട് സമർപ്പിക്കുവാൻ തിരൂരങ്ങാടി നഗരസഭാ യോഗത്തിൽ തീരുമാനം. വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടിയുടെ അധ്യക്ഷതയിൽ നഗരസഭ മീറ്റിംഗ് ഹാളിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം മൂന്നിയൂരിൽ നിന്നും അസുഖബാധിതനായി വന്ന അബൂബക്കർ മുസ്ലിയാർ എന്ന രോഗി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനിടെ മരണപ്പെട്ടതും പ്രസ്തുത മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വൈകിപ്പിച്ചതും ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനു വേണ്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട മരിച്ചയാളുടെ ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും വാർത്താ മാധ്യമങ്ങളും ഉയർത്തിയ ആരോപണങ്ങളിൽ വസ്തുത കണ്ടെത്തുന്നതിനും പോലീസ്, ആശുപത്രി അധികൃതർ എന്നിവരിൽ നിന്ന് അലംഭാവ സമീപനം ഉണ്ടായോ എന്ന് സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനുമാണ് മേൽഘടകങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. താലൂക്ക് ആശുപത്രിയിൽ നടന്ന സംഭവത്തെക്കുറിച്ചും നടപടിക്രമങ്ങളെക്കുറിച്ചും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് വിശദീകരിച്ചു. ഇത് അദ്ദേഹം എടുത്ത OP ടിക്കറ്റാണ്. അദ്ദേഹത്തിന്റെ കൂടെ OP ടിക്കറ്റിന്റെ കോപ്പി 3:09 മണിക്ക് രാവിലെ 2-ാം തീയതി രാവിലെ 3:09 എടുത്തതാണ്. ഈ ECG 3:10 ECG ആണ്. പേഷ്യന്റിനെ കൊണ്ടുവന്ന് ക്യാഷ് വണ്ടിയിലാണെങ്കിൽ സെക്യൂരിറ്റി ഉൾപ്പെടെ പെട്ടെന്ന് തൂക്കി. അപ്പോഴൊന്നും ബോധാവസ്ഥയിലുള്ള രോഗിയാണ്. ആ ചികിത്സയുടെ ഇറങ്ങി അതിൽ നടന്ന് ഇറങ്ങിയതോ സംസാരിച്ചതോ ഒന്നുമല്ല. അയാൾ ബോധാവസ്ഥയിലേക്കോ തൂക്കിയെടുത്ത് ചികിത്സയിലെത്തി. ഇമ്മീഡിയറ്റ് ആ ഡോറിന്റെ അവിടുന്ന് എമർജൻസി ബെഡിലേക്ക് സെക്കൻഡ്സ് മതി. അവിടെ കൊണ്ടുവന്ന് എടുത്ത് 3:10 എടുത്ത ECG ആണ്. ആ ECG നീളത്തിനുള്ള ഒറ്റ വരെ മാത്രമേ കാണുന്നുള്ളൂ. ഈ ECG ഫ്ലാറ്റ് ആവുകയെന്ന് ആള് മരിച്ചു എന്നുള്ളതാണ് ഉറപ്പ്. അപ്പൊ അവിടെ കൊണ്ടുവന്ന് 3:09 3:10 എടുക്കുന്ന ECG ഇത് വേണമെങ്കിൽ മിനിമം ഒരു 5 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ടാവും അറസ്റ്റ് ആകുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് അറിയിച്ചിരിക്കുന്നത് തന്നെ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നുള്ളതാണ് അതിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അറ്റാക്ക് കൊണ്ടാവാം. പിന്നെ ഷുഗറും ഒക്കെ ഉള്ള ആൾക്ക് അധികം വേദന ഉണ്ടാവില്ല. സൈലന്റ് അറ്റാക്ക് ആയിട്ട് വരുന്നത് അങ്ങനെ ആവാം ചിലപ്പോൾ വന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റിലായി വന്നത് 3:10 റിപ്പോർട്ടാണ്. പിന്നെ തുടർന്ന് അപ്പം തന്നെ CPR കൊടുക്കുകയും ഓക്സിജൻ കൊടുക്കുകയും ഒക്കെ ചെയ്ത് 4 മണിയാകുമ്പോൾ എന്നെ അറിയിക്കുന്നുണ്ട്. ബെഡ് വന്നിട്ടുണ്ട്, പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പോലീസ് ഇന്റിമേഷൻ എഴുതിയിട്ടുള്ളതാണ്. പോലീസ് ഇന്റിമേഷൻ. അപ്പോൾ പോലീസ് ഇന്റിമേഷൻ എഴുതിയിരിക്കുന്നത് അത് അബൂബക്കർ 55 വയസ്സ്, പാലത്തിങ്കൽ മൂന്നിയൂര്, ബ്രോഡ് ഡെഡ് ടു കാഷ്വാലിറ്റി 3:10 മരിച്ച് കാഷ്വാലിറ്റിയിലേക്ക് ഇന്നയാൾ വന്നിട്ടുണ്ടെന്ന് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. അത് എഴുതാൻ കാര്യം തന്നെ ഇത് പോലീസ് ചീഫ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഹോം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അതിനകത്ത് കർശനമായിട്ട് എണ്ണമെടുത്തിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എത്രയും കാര്യങ്ങൾ നടന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ അറിയിക്കണം. ആ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ, അത് ഗവൺമെന്റ് ഡോക്ടറാണെങ്കിലും പ്രൈവറ്റ് ഡോക്ടറാണെങ്കിലും വീട്ടിലിരിക്കുന്ന ഒരു ഡോക്ടറാണെങ്കിലും ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് ഒരു മെഡിക്കൽ ഓഫീസറാണ് കാണുന്നതെങ്കിൽ അതത് അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഗവൺമെന്റിൽ മാത്രമല്ല പ്രൈവറ്റിലാണെങ്കിലും അത് അറിയിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതനുസരിച്ചിട്ട് വന്നിരിക്കുന്ന ഒരു സർവീസ് പ്രകാരമാണ് നമ്മൾ അറിയിക്കുന്നത്. ഇത് ഈ നിയമപ്രകാരം ഹോം ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ കേരള മെഡിക്കൽ ലീഗൽ കോഡാണ്. ഈ കോഡിനകത്താണ് ഈ മരണമായിട്ടും പോസ്റ്റ്മോർട്ടമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പോലീസ് എടുക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് തിരൂരങ്ങാടി ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ വിശദീകരിച്ചു. ഒരു മരണം റിപ്പോർട്ട് ചെയ്താൽ അതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തുക കൃത്യനിർവഹണത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്ക് പലപ്പോഴും വിഷയങ്ങളെ ഇമോഷണലായിട്ട് എടുക്കാൻ കഴിയില്ല. പോലീസിന്റെ വിഷയങ്ങളെ ഇമോഷണലായിട്ട് എടുക്കാൻ പലപ്പോഴും കഴിയാറില്ല. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ പ്രത്യേകത കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞങ്ങളാരും അല്ലെങ്കിൽ
ഉദ്യോഗസ്ഥരാരും അങ്ങനെ ആയതുകൊണ്ടല്ല, അതാ ജോലിയുടെ പ്രത്യേകത കൊണ്ട് മാത്രമാണ്. പിന്നെ പോലീസിന് എന്താണ് ഇതിലൊക്കെ അധികാരം എന്നതാണ് അടുത്ത ചോദ്യം. അപ്പൊ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത VNS-ലെ 194 ആണ് പുതിയ സെക്ഷൻ. പണ്ടത് 174 ആയിരുന്നു, ഇപ്പൊ അത് 194. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആത്മഹത്യ മുതലായവ പോലീസ് അന്വേഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറയാ, ഒരു പോലീസ് സ്റ്റേഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥനോ സംസ്ഥാന സർക്കാർ ഇതിലേക്കായി പ്രത്യേക അധികാരപ്പെടുത്തുന്ന മറ്റേതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനോ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റൊരാളാലോ ഒരു മൃഗത്താലോ യന്ത്രത്താലോ യാദൃശ്ചിക സംഭവത്താലോ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ന്യായമായ സംശയം ഉളവാക്കുന്ന പരിസ്ഥിതികൾ മരിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരം കിട്ടുമ്പോൾ സ്ഥലത്ത് പോയി അതിനെക്കുറിച്ച് വ്യക്തമായ 2 സാക്ഷികളുടെ മുമ്പിൽ അന്വേഷിച്ച് അതിലൊരു നിഗമനത്തിലെത്തണം. എന്നിട്ട് അത് ലാസ്റ്റ് പറയുന്നത് വേറെ കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ലാസ്റ്റ് പറയുന്നത് ആ ശരീരം സംസ്ഥാന സർക്കാർ ഇതിലേക്കായി നിർണയിക്കുന്ന ചട്ടങ്ങൾക്കനുസൃതമായി ആ ശരീരം പരിശോധിപ്പിക്കുന്നതിന് ലക്ഷ്യമാക്കിക്കൊണ്ട് ഏറ്റവും സമീപത്തുള്ള സിവിൽ സർജനോ സംസ്ഥാന സർക്കാർ ഇതിലേക്കായി നിയമിക്കുന്ന യോഗ്യതയുള്ള മറ്റു ചികിത്സകനോ കാലാവസ്ഥയും അവസ്ഥയും ദൂരവും ഒക്കെ പരിശോധിക്കുന്നത് എത്രയും പെട്ടെന്ന് അയക്കുക. ഇതാണ് പോലീസിന് ചെയ്യാനുള്ള കാര്യം. പോലീസിന് ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ. അപ്പൊ അതിനാദ്യം വിവരം കിട്ടിയാൽ എന്താ പോലീസ് ചെയ്യേണ്ടത്? വിവരം കിട്ടിയാൽ അവിടെ വിവരം കിട്ടുന്നതല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഇന്റിമേഷൻ പാസ് ചെയ്തു, ഇന്റിമേഷൻ വിവരം കിട്ടി. അതേസമയം പോസ്റ്റ്മോർട്ടമായി ഉണ്ടായ വിവാദത്തിൽ തുടർ നടപടികൾക്കും സമഗ്ര അന്വേഷണത്തിനുമായി ജില്ലാ കളക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസറോടും ആവശ്യപ്പെടാൻ റിപ്പോർട്ട് നൽകാൻ യോഗത്തിൽ തീരുമാനിച്ചതായും രോഗിക്ക് ചികിത്സ വൈകി എന്ന് ആരോപിക്കുന്നതിലും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായെന്ന ആരോപണത്തിലും പരിശോധന നടത്തുവാനും താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി ഫോറൻസിക് സർജനെ നിയമിക്കുന്നതിനാവശ്യമായ നടപടിയെടുക്കുവാനും യോഗം തീരുമാനിച്ചതായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP ഇസ്മായിൽ പറഞ്ഞു. മൂന്നിയൂർ അബൂബക്കർ മുസ്ലിയാരുടെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ബന്ധുക്കൾ ആരോപിക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ക്രമം തെറ്റിയിട്ടുള്ള നടപടികൾ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും രോഗി വന്ന സമയം, അതുപോലെ തന്നെ രോഗിക്ക് നൽകിയ ചികിത്സ, ഈ തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഫോറൻസിക് സർജൻ ഉള്ള ആശുപത്രിയിലേക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ മാറ്റാൻ ആ ഡോക്ടർ കണ്ടെത്തിയ കാരണം, അതേപോലെ തന്നെ അതിന് തീരുമാനം അറിയിക്കുന്നതിന് വേണ്ടി സമയം വൈകിയത്, ഇൻക്വസ്റ്റ് കിട്ടിയിട്ട് പോലും സമയം വൈകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ അത് ബന്ധപ്പെട്ട ഘടകങ്ങൾക്ക് ജില്ലാ കളക്ടർ ഉൾപ്പെടെ DMO ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ റിപ്പോർട്ട് നൽകിയിട്ട് അതിൻ്റെ സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടാൻ വേണ്ടി ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു തീരുമാനം, നമ്മുടെ തിരുവനന്തപുരം താലൂക്ക് ആശുപത്രിയിൽ ഒരു അടിയന്തരമായി ഒരു ഫോറൻസിക് സർജനെ നിയമിക്കുന്നതിന് വേണ്ടി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതും ബന്ധപ്പെട്ട ഘടകങ്ങൾക്ക് അറിയിച്ച് അപേക്ഷ സമർപ്പിക്കാനും തീരുമാനം അടിയന്തരമായി നടപ്പിലാക്കാനും വലിയ ഒരു ജനബാഹുല്യമുള്ള ഒരു ആശുപത്രി എന്നുള്ള നിലയ്ക്ക് മലപ്പുറം ജില്ലയിൽ തന്നെ വളരെ മെച്ചപ്പെട്ട ഒരു സേവനം നടത്തുന്ന 2000-ഓളം ദിനേന OP ഉള്ള ഒരു ആശുപത്രിയിൽ ഒരു ഫോറൻസിക് സർജൻ ഇല്ലാത്തതിൻ്റെ അപര്യാപ്തത വളരെയേറെ പ്രയാസം ഉള്ളതാണ്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി ഒരു ഫോറൻസിക് സർജനെ നിയമിക്കണം എന്നുള്ളത് കൂടി ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങൾ അറിയിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം, ഇതുപോലെ തന്നെ മരിച്ച് ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾ അല്ലെങ്കിൽ മരണപ്പെടുന്ന ആളുകൾ, സ്വാഭാവിക മരണം സംഭവിച്ച കേസുകൾക്കൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് നിർദ്ദേശിക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെ
സമാനമായ കേസുകളിൽ പോസ്റ്റ്മോർട്ടം കൂടാതെ ബോഡി റിലീസ് ചെയ്ത് കൊടുക്കുന്നതിന് ആശുപത്രി സൂപ്രണ്ടിൻ്റെയും ആർഎംഒയുടെയും കൺസെൻറ്റോട് കൂടി പരിശോധിക്കുന്ന ഡോക്ടറുടെ അഭിപ്രായത്തിനപ്പുറത്തേക്ക് അവർ കൂടി ഉറപ്പ് വരുത്തിയിട്ട് പോലീസിൻ്റെ കൂടി അഭിപ്രായം വാങ്ങിച്ചുകൊണ്ട് അത്തരം ബോഡികൾ നിരുപാധികം വിട്ടുകൊടുക്കുന്നതിന് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ആവശ്യമായ തീരുമാനം കൈക്കൊള്ളണം എന്നുള്ളത് കൂടി ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ചർച്ചയിൽ വന്നത്. ഒരുപാട് പ്രമുഖരായ ആളുകൾ ഇന്നത്തെ പരിപാടിയിൽ യോഗത്തെ സംബന്ധിച്ചിരുന്നു. തഹസിൽദാർ ഉൾപ്പെടെ, അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഉൾപ്പെടെ, അതുപോലെ തന്നെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, ആശുപത്രി ഡിപ്പാർട്ട്മെൻറ്റ്, HMC മെമ്പർമാർ, കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ഈ നഗരസഭയുടെ ഭരണാധിപത്യത്തിൽ വരുന്ന എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തിയുള്ള സമഗ്രമായ ചർച്ചയാണ് ഇന്ന് നടന്നത്. ആ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങളിൽ പുരോഗതി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഉത്തരവെടുത്തു. അത് ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ DMOക്കും പ്രഥമഘട്ടത്തിൽ 2 പേർക്കും നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലൈഖ കാലോടി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CP ഇസ്മായിൽ, ഇക്ബാൽ കല്ലുങ്ങൽ, സോന രതീഷ്, CP സുഹറാബി, തഹസിൽദാർ PO സാദിഖ്, തിരൂരങ്ങാടി SHO പ്രദീപ് കുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ്, RMO ഡോക്ടർ ഹാഫിസ് റഹ്മാൻ, തിരൂരങ്ങാടി ഫോറൻസിക് സർജൻ ഡോക്ടർ അസീം, നഗരസഭാ കൗൺസിലർമാർ, HMC മെമ്പർമാർ, മാധ്യമ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.